കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം പോകുമോ എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് കേന്ദ്രം സുരേഷ് ഗോപിക്ക് ഒരു വമ്പൻ താക്കീത് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. കാരണം സുരേഷ് ഗോപിയുടെ പല പ്രസ്താവനകളും കേന്ദ്ര സർക്കാരിന് അതൃപ്തി ഉണ്ടാകുന്നു, കേന്ദ്ര സർക്കാരിൽ അതൃപ്തി ഉണ്ടാക്കുന്നു എന്നറിയാനാണ് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നടത്തിയ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, മന്ത്രിസ്ഥാനം എനിക്ക് വേണ്ട, എൻ്റെ വരുമാനം നിലച്ചു, സിനിമയാണ് എൻ്റെ ജീവിതമാർഗം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സിനിമയിലൂടെ ജീവിക്കാനുള്ള എൻ്റെ വരുമാന മാർഗം സമ്പൂർണ്ണമായി നിലച്ചു, ആ മന്ത്രിസ്ഥാനം എനിക്കൊരു വലിയ ഭാരമാണ് എന്ന രീതിയിലാണ് സുരേഷ് ഗോപി സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ സദാനന്ദൻ മാസ്റ്റർക്ക് ഈ മന്ത്രിസ്ഥാനം കൊടുക്കണം, അങ്ങനെ എന്നെ ഫ്രീ ആക്കണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി പല സ്ഥലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും അമിത്ഷാ സുരേഷ് ഗോപിക്ക് വലിയ താക്കീതും നൽകിയിട്ടുണ്ട്. അമിത്ഷാ സുരേഷ് ഗോപിയുടെ മുഖത്തേക്ക് ഫയലുകൾ പോലും വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി തന്നെ പല വേദികളിലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അമിത്ഷാ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് കൊടുത്ത ഒരു താക്കീത് എന്ന് പറയുന്നത് ഈ നടക്കുന്നത് രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഞങ്ങളുടെ മീറ്റിങ്ങിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം രഹസ്യമായിട്ടുള്ള സംഭവങ്ങളാണ്, അത് പൊതുവേദികളിൽ ചെന്ന് വിളിച്ച് പറയുന്നത് ഉചിതമായിട്ടുള്ളൊരു കാര്യമല്ല എന്നാണ് സുരേഷ് ഗോപിക്ക് ആ സമയത്ത് താക്കീത് കൊടുത്തത്. ഇനി ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നടപടി നേരിടേണ്ടി വരുമെന്ന് സുരേഷ് ഗോപിക്ക് ആ സമയത്ത് ഒരു വ്യക്തമായിട്ടുള്ളൊരു പ്രസ്താവന ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനുള്ളിൽ തന്നെ സുരേഷ് ഗോപിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളോട് വലിയ അതൃപ്തിയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോരാത്തതിന് സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം സദാനന്ദൻ മാസ്റ്റർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ ഈ കാര്യം കേന്ദ്രത്തിന് തീർത്തും ദഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ എത്ര തന്നെ നിഷ്കളങ്കതയുടെ പേരിൽ പറഞ്ഞതായിരുന്നാലും ജനങ്ങൾക്കിടയിൽ അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് സുരേഷ് ഗോപിയെ കൊണ്ടുണ്ടാക്കുമെന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണെന്ന് കേന്ദ്രം വിലയിരുത്തുന്നു. കാരണം ജനങ്ങൾ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടത് അവരുടെ മന്ത്രിയായി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണ്. അങ്ങനെ ഒരാൾ ഈ മന്ത്രിസ്ഥാനം എനിക്ക് വേണ്ട, അത് ബാധ്യതയാണെന്ന് പറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ BJP എന്ന് പറയുന്ന പാർട്ടിക്കും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്കും ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.